ഹായ് എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് മധ്യപ്രദേശിലാണ് കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് എത്രാമത്തെ ദിവസമാണ്? 26ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിലാണുള്ളത്. ഗ്രാമത്തിൽ രാവിലെ തന്നെ നമസ്കരിച്ചിട്ട് നമ്മൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കിൽ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കണ്ടത്തും കാട്ടിലൊക്കെ ഇപ്പോൾ എന്താ ഉണ്ടാവുക, നായ്ക്കളൊക്കെ ഉണ്ടാവണ പോലെ ഇവിടെ മൊത്തം പന്നികളാട്ടോ. കറുപ്പ് പന്നി, വെള്ളപ്പന്നി, പലജാതി പന്നികൾ. നമ്മുടെ നാട്ടിൽ പന്നീന്നൊക്കെ കണ്ട അപ്പോൾ വെടിമേറും വമ്പൻ സീനാണ് കേട്ടോ. കൃഷിയിടത്തിലൊക്കെ വന്ന് നശിപ്പിക്കുക, അപ്പോൾ അതിനെ വെടിച്ച് കൊല്ലുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്നായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊക്കെ നോർമൽ സംഭവങ്ങളാണ് കേട്ടോ. അത് വേസ്റ്റേൺ ഏരിയയാണ് ഗ്രാമത്തിലെല്ലാവരും. തീരെ ഒരു മാനേഴ്സ് ഇല്ലാത്തൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പോയിട്ടോ നമ്മൾ കണ്ട് വർത്താനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പേടിച്ച് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ അടിക്കാൻ പോവേ. ഗായ്സ്, നമ്മളൊരു ഹോട്ടലിൽ എത്തിയിട്ട് ഹോട്ടലിൽ ഇന്നലെ രാത്രി കണ്ട മന്ത്രിജി പറഞ്ഞിട്ടുള്ള കടയിൽ കേട്ടോ. നമ്മുടെ ഇത് ഔലാണ് കേട്ടത്. ഔലും മിച്ചറും പിന്നെ ഒരു എരിവിൻ്റെ ടേസ്റ്റാണ്. എരിവ് മധുരമൊക്കെ പാടെ കൂട്ടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കറിവേപ്പിൻ്റെലൊക്കെ കണ്ടോ. 10 റുപ്യ ഉണ്ടോ ഇങ്ങനെ ഒരു സംഭവത്തിന്. ടേസ്റ്റ് ഉണ്ട്. 10 റുപ്യക്കുള്ള കുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റോഡ് ആ ബസ്സിന് നേരെ ഓപ്പോസിറ്റ് വിറ്റ് പിടിക്കുന്നുണ്ടോ നമുക്ക് നാളെ, അല്ല ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വിടാൻ കഴിയോ അറിയില്ല, മഹാരാഷ്ട്ര എത്താൻ കഴിയോ അറിയില്ല കേട്ടോ. പോയൊക്കെ ഏതായാലും ഗായ്സ്, നമ്മളങ്ങനെ ഈ പള്ളിയിൽ താമസിച്ച പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. നാം ക്യാ ഹൈ ഭയ്യ? ഫർദീൻ. ഇവരുടെ പേരൊക്കെ ഇന്നലെ രാത്രി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുണ്ട് കേട്ടോ. തൻവീർ, ബിലാൽ. പിന്നെ നമ്മളെ സൽമാൻ സുൽത്താനി ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ആ വീഡിയോ വരുന്നതായിരിക്കും യൂട്യൂബിൽ ഷോർട്സിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മദ്രസ തുടങ്ങാറായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മദ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് സെറ്റാണ്. അപ്പോൾ ഇതാവണ്ട, വണ്ടിയുടെ സെറ്റാണ്. ഇവിടെ മദ്രസ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഉസ്താദ് ഇപ്പോൾ വരും. അപ്പോൾ പോവല്ലേ എന്നാ. സൂര്യനൊക്കെ അങ്ങ് മേലെത്തിയിട്ടോ. കണ്ടങ്ങൾ ഇവിടെ സൂര്യനൊന്നും തീരെ പവറില്ല. അമ്പിളിമാമൻ്റെ ലൈറ്റേ ഉള്ളൂ. ഓ പോവാണ് കേട്ടോ. അവിടെ ഫോട്ടോ ഷൂട്ടിംഗ് ആണ് കേട്ടോ. ഫോട്ടോ ഷൂട്ടിങ് ഗായ്സ്, ഒരു 11 മണിയായിട്ട് നമ്മൾ ഒരുപാട് റൈഡ് ചെയ്തു. ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് റൈഡ് ചെയ്തു. അപ്പോൾ ഒരു പലഹാരക്കടയിലാണുള്ളത്. ഇത് തേട് വട, അത് പൊക്കവട, കച്ചോറി, നാടൻ മുളക്. അപ്പോൾ ഒരു അടിപൊളി കഫേയിലാണ് ഉള്ളത്. വലിയ ഹോട്ടലാണ് കേട്ടോ. ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ 2 വട മേടിച്ചിട്ട്, ആലുവടയാണ്. ഇതിന് ഫുള്ള് എന്താ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാൻ. പിന്നെ മുളകുണ്ട്. ഇവിടുത്തെ മുളക് നല്ല ഇഷ്ടമാണോ. അടിപൊളി സാധനമാണ്. ഉപ്പിലൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത സാധനമാണ് കേട്ടോ. കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് എന്തായി, നമ്മളെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആയി. വണ്ടി ഇപ്പോൾ സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ആവില്ല കേട്ടോ. ഇന്നലെ കംപ്ലൈൻ്റ് ആയി. ഓട്ടോമാറ്റിക് നന്നായിരുന്നു. ഒരു വർക്ക്ഷോപ്പിനെ കാണിച്ചിട്ടുള്ളൂ. വർക്ക്ഷോപ്പുകാരൊന്നും തൊട്ടിയില്ല. അപ്പോൾ ഇതിനെ നന്നായി. ഇന്ന് നമ്മൾ ഒരു ബജാജിൻ്റെ ഷോറൂമിൽ പോയി. അവിടെ ഒന്നും ഇതിന് കാര്യങ്ങളില്ല. അത് ഫുൾ അയച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ വമ്പ ടാസ്ക്. മറ്റേ ബൈക്കിൻ്റെ മാറില്ല കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അയക്കണം. ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈക്ക് വർക്ക്ഷോപ്പിലുള്ളത്. ഇത് മാപ്പിലില്ല കേട്ടോ. 21 കിലോമീറ്റർ പോകാനാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. ഇത് മാപ്പിലില്ലാത്ത വർക്ക്ഷോപ്പാണ്. ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഐക്കാണ്. എന്നിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഒരു 100 റുപ്യ എടുത്തോണ്ട് നമ്മൾ അടുത്ത് വർക്ക്ഷോപ്പ് കയറ്റിയതാണ്. അപ്പോൾ ഒരു പൈപ്പ് മാറ്റാണ്ട് ആ കടയിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് ഏച്ചു കൂട്ടിയാണ്ട് കമ്പി കിട്ടാണ്ട് റെഡിയാക്കിയത് തരും. ഞാൻ നോക്കരുത് കേട്ടോ. അതിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ കഴിച്ചില്ല, അല്ലെങ്കിൽ ഇനി ഓരോ പണ്ടെടുക്കേണ്ടി വരും. നോക്കാം ഏതായാലും നമുക്ക്. ഗായ്സ്, നമ്മളങ്ങനെ ഉള്ളത് ഇപ്പോൾ ഒരു ചാലീസ്ഗഡ് എന്ന സ്ഥലത്താട്ടോ. ബോംബെയിലെ അല്ല, മുംബൈയിലെ, മഹാരാഷ്ട്രയിലെ. അപ്പോൾ വണ്ടി ഇന്ന് ഫുള്ള് പണിയാണ്. നമ്മളൊരു 30 കിലോമീറ്റർ സ്പീഡിലാണ് കുറേ പോകുന്നത്. കാരണം വണ്ടി ഒരു 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ വണ്ടി ഓഫാവും. മിസ്സിങ് വരിക. പെട്രോൾ ഇല്ലാത്ത പോലത്തെ കാണിക്കാം. അപ്പോൾ പെട്രോൾ പതുക്കെ ഇറങ്ങണുള്ളൂ. എന്തോ വിഷയമുണ്ട്. ഇനിയിപ്പോൾ കാർപ്പറേറ്റർ ക്ലീൻ ആക്കാത്തതുകൊണ്ടാണോ അറിയില്ല. നോക്കണം. വണ്ടി ഫുള്ള് അയച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വലിയൊരു അങ്ങാടിയിലാണ്. ഇത്ര നേരം കുറേ വർക്ക്ഷോപ്പിൽ കയറി. പക്ഷേ സ്കൂട്ടിക്ക് പറ്റിയ വർക്ക്ഷോപ്പ് ഇല്ല എവിടെ.
वो नया डाल दिया, वो खराब होगा। वो लूज है। हाँ, तो आज सुबह में डाल दिया, थोड़ा टाइम चला गया, गाड़ी रुका। അത് ഇതിൻ്റെ പ്രശ്നമുണ്ടോ, അത് രാവിലെ ഇട്ടതാണ്, അപ്പോൾ ഇതിനത് ലൂസായതുകൊണ്ട് പ്രശ്നം വന്നു കേട്ടോ. അതിൽ പെട്രോൾ പോകണില്ല തോന്നുന്നുണ്ട്. പെട്രോൾ ചില കേസിന് പെട്രോൾ പോകണില്ല കേട്ടോ. कार्पेटर का मुश्किल नहीं है ना, कार्पेटर का क्लीन मुश्किल कोई। ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, കടയത്തെ ആൾക്കാരും ഇവരൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പിന്നെ വണ്ടി വല്ല നന്നാക്കിയിട്ടുണ്ട് കേട്ടോ, വണ്ടി നന്നാക്കി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വെച്ച് പിടിക്കണം കേട്ടോ. നമ്മൾ ഹൈവേ അല്ല കേട്ടോ, ഒരു കട്ട് റോഡ് പോലത്തെ സംഭവമാണ്. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത്, അതിൽ കൂടെ നല്ല വഴി, എളുപ്പമുള്ള വഴി ഇതാണ്. പക്ഷേ റോഡ് ഭയങ്കര മോശമാണ്, ഒരുപാട് നേരം കട്ട് റോഡാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ നിന്നാണ് ഈ കോട്ടും ജാക്കറ്റൊക്കെ വാങ്ങിയത്. പിന്നെ അപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു, അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ ഭയങ്കര കമ്പനി വീഡിയോയിലൊക്കെ വരാൻ, പിന്നെ നമുക്കിപ്പോൾ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ, അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ. പിന്നെ അപ്പോൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ച് പിടിക്കുക. അവിടെ റുപ്യ അവരില്ല, നേരത്തെ നമ്മൾ 50 റുപ്യക്കാണ് മാറ്റിയത്, അതൊരു പൈപ്പ് മാറ്റിയ പൈപ്പിന് പൈസ മാത്രം വാങ്ങിയിട്ടുള്ളൂ. പൈപ്പിന് 50 റുപ്യ ഒന്നുമില്ല, എന്നാലും ഉള്ള അത് മാറ്റിയെന്ന് വെച്ചാൽ കുറച്ച് കൂടി ഇപ്പോൾ വണ്ടി സ്റ്റക്കായി. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയുള്ള അറിയോ, മുംബൈയിലാണ് കേട്ടോ. മുംബൈ അതായത് പഴയ ബോംബെ, അവിടെ നിന്നല്ല കേട്ടോ, അതിൻ്റെ തൊട്ടടുത്താണ്, ആ സംസ്ഥാനത്താണ്, മഹാരാഷ്ട്രയിലാണ്. നമ്മളിപ്പോൾ കറക്റ്റ് ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് ഏതായാലും. അപ്പോൾ ഹോട്ടലിൽ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ ഏരിയ അണ്ടർ മൊത്തം മുസ്ലിങ്ങളാണ് കേട്ടോ. ഇവിടെ പള്ളിയുണ്ട്, അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമ മുസ്ലിമാണ്, ഏരിയ മൊത്തം മുസ്ലിങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ ബീഫൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ബീഫിന് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ 2 റൈസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മൾ സാധാ റൈസിന് സാധാ റൈസ് എന്നിട്ടാ പറയാം, ചോറൊന്നും അറിയില്ല, സാധാ റൈസ്, സാധാ ചാവൽ. പിന്നെ റൊട്ടിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ അതിലൊക്കെ അന്തപ്പെട്ട് നോക്കട്ടെ, എന്താ ഈ ചെങ്ങായി ഇങ്ങനെ കാട്ടിക്കൂട്ടണത്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുള്ള് വണ്ടിപ്പണിയാണ്, വണ്ടീൻ്റെ അടുപ്പ് ഊരി ഇങ്ങനെ പതുക്കെ കുറേ ഉറങ്ങി തൂങ്ങി, വല്ലാത്തൊരു റിസ്ക് പിടിച്ച റോഡും ഭയങ്കര റിസ്ക് ആയിരുന്നു മൊത്തം കേട്ടോ. ഇവിടെ ഇപ്പോൾ ബിരിയാണി റൈസ് ഉണ്ട്, സാധാ റൈസ് ഉണ്ട്, ജീര റൈസ് ഉണ്ട്, അങ്ങനെ പലജാതി റൈസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സാധാ റൈസാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയണ്ടേ, അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഇവിടെ മെയിൻ ഐറ്റം റൊട്ടി തന്നെയാണ്. റൊട്ടിക്ക് പല ജാതി കറികളൊക്കെ ഉണ്ട്. രണ്ട് സാധാ റൈസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യാം, എല്ലാവരും കൊടുത്തുമുട്ട് നോക്കലാട്ടോ. അത് ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കാണ്. ഇപ്പോൾ തണുപ്പൊക്കെ പോയിട്ടോ, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ്. വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ 27 ഡിഗ്രി സെൽഷ്യസ്, നമ്മുടെ നാട്ടിലെ സെയിം സെൽഷ്യസ് ഒക്കെ തന്നെയാണ് കേട്ടോ. ചോറ് വന്നു കേട്ടോ. ഇതാണ് സാധാ റൈസ്. സാധാ റൈസ് മീൻസ് സാധാ റൈസ്, വലിയൊരു മരക്കഷ്ണം. പിന്നെ നമ്മളെ അരി ബസ്മതിൻ്റെ അരിയാണ്, മന്തി റൈസ് ഒന്നുമല്ല. ഒരു തുള്ളി എണ്ണ എടുത്തിട്ടില്ല കേട്ടോ ഇതിന് കൂടെ. നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന മോഡൽ അരി മാറ്റേണ്ടെന്നുള്ളൂ കേട്ടോ. പിന്നെ എന്തൊരു കറി ഉണ്ട്, എന്ത് കറിയാണോ, എന്തോ ഒരു കറി കേട്ടോ, സാലിന് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളിയുണ്ട്, വെളുത്ത് എന്താണ് ചെറുനാരങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് തന്നെയാണ്. മന്തി ഒന്നുമില്ല കേട്ടോ, മന്തി റൈസ് കിട്ടും ഇഷ്ടംമാതിരി. പക്ഷേ ഇവിടുത്തെ മന്തി റൈസിന് വലിയ വിലയൊന്നും ഇല്ലോണം. നമ്മുടെ നാട്ടിൽ നല്ല അരിക്ക് 100 റുപ്യ 120 റുപ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ അറിയില്ല, റൈസ് നമ്മുടെ നാട്ടിലെ റൈസ് ഇവിടെ കിട്ടൂല. പക്ഷേ സാധാ റൈസാണ്, സാധാ ചോറാണ്. അപ്പോൾ കഴിക്കില്ലേ, അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? അതൊന്നും തുടങ്ങി. കുഴപ്പമില്ല, കഴിക്കാട്ടോ. ഓ ഗായ്സ്, ഞങ്ങളങ്ങനെ ചോറ് തിന്ന് 1.5 പണി കിട്ടി. നിങ്ങളിത് കാണണം ഗായ്സ്, ഇതിൻ്റെ കാല് പണിയായി. ഇപ്പം മരുന്ന് കുടിച്ചുകൊണ്ടൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിന്ന് ചോറ് വെച്ചു ഗായ്സ്. ചോറ് വെച്ചിട്ട് എന്താ പറയുക വെച്ചാൽ, കടക്കാർ ഞങ്ങളെ പറ്റിച്ച അവസ്ഥയാണ്. പറ്റിച്ച മീൻസ്
50 ചോറ് പറഞ്ഞ് നമ്മളെ നാട്ടിലൊക്കെ അൺലിമിറ്റഡ് റൈസ് കിട്ടൂല 50 നാടൻ ചോറ്. അതേപോലെ എന്ത് ചെയ്ത് ഞങ്ങൾ രണ്ടാമത്തെ ഓർഡർ ചെയ്ത് പിന്നെയും ഓർഡർ ചെയ്ത് പിന്നെ ബില്ലടിക്കാൻ നേരത്താണ് അറിഞ്ഞത് അതിനൊക്കെ പൈസ ഉണ്ടായിന്. അപ്പം നമ്മൾ ആരായി ശശിയായി. മൂഞ്ചി അടപടല മൂഞ്ചി. എത്ര രൂപ മൊത്തം 160 ഉറുപ്പ്യ കൊടുത്തിട്ടോ. അത് സാധാ ചോറിന്. പിന്നെ രണ്ടാമട്ടം കിട്ടിയൊക്കെ ബിരിയാണി റൈസ് ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കാം. ഏതായാലും കുഴപ്പമില്ല. ഒക്കെ ഉഷാറായി ഫുഡൊക്കെ കഴിച്ച് ഇനി കിടക്കുകയാണ്. നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്. ഇന്ന് നല്ല യാത്ര ചെയ്തിരിക്കണം, അത് നല്ല കട്ട് റോഡ് കൂടെ. അപ്പം ഓക്കെ, വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ.